My dear students, നമ്മളൊരു പുതിയൊരു ടോപ്പിക് പഠിക്കുകയാണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യങ്സ് മോഡുലസ് ആൻഡ് റിജിഡിറ്റി മോഡുലസ് അഥവാ മോഡുലസ് ഓഫ് റിജിഡിറ്റി. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഓക്കെ, ഇത് നമുക്ക് വലിയൊരു ഡെറിവേഷൻ ആണ്. ഈ ഡെറിവേഷൻ പലതവണ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും നിർബന്ധമായിട്ടും ഈ ഡെറിവേഷൻ പഠിച്ചിരിക്കണം. നൗ നമ്മളൊരു റെക്ടാങ്കുലർ ആയിട്ടുള്ള 2-dimensional ആയിട്ടുള്ള ഒരു ബോഡി കൺസിഡർ ചെയ്യണം. ഓക്കെ, ലെറ്റ് ദാറ്റ് ബോഡി ബി നെയിംഡ് ആസ് എ ബി സി ഡി. ഈ ബോഡി ഒരു പ്യുവർ ഷിയർ, ഓക്കെ, നമ്മളിപ്പോ ഷിയർ സ്ട്രെസ് മാത്രമേ തൽക്കാലം കൺസിഡർ ചെയ്യുന്നുള്ളൂ. ടൗ എന്നുള്ള ഒരു പ്യുവർ ഷിയറിന് സബ്ജക്റ്റഡ് ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, നൗ ടൗ ആണ് ഇതിന്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്യുവർ ഷിയറിന്റെ കേസ് ഞാൻ നിങ്ങൾക്ക് മുമ്പും പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഓൾസോ വി ആർ കൺസിഡറിങ് ദ ഡിഫോർമേഷൻ അലോങ് ദ ഡയഗണൽ ബി ഡി. ഈ ബി ഡി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഡയഗണലിൽ ഉണ്ടാകുന്ന ഡിഫോർമേഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ബി ഡി ഈ ഒരു പ്യുവർ ഷിയറിന്റെ ആക്ടിങ് കാരണം നമുക്ക് ബി ഡി എന്ന ഡയഗണലിൽ ഉണ്ടാകുന്ന എലോങ്ങേഷൻ എത്ര, അതനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ പ്യുവർ ഷിയർ ഇങ്ങനെ ആക്ട് ചെയ്യുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ ആ ഒരു പ്യുവർ ഷിയർ കാരണം കൊണ്ട് ആ ബോഡിയിൽ ഉണ്ടാകുന്ന ഡീഫോർമേഷനെ ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എ ബി സി ഡി എന്നുള്ളതായിരുന്നു നമ്മുടെ ഇനീഷ്യൽ ഷേപ്പ്. ഓക്കെ, ഇനീഷ്യൽ ഷേപ്പ് എ ബി സി ഡി എന്നുള്ളതായിരുന്നു. ഓക്കെ, നൗ ആ ഷിയർ അവിടെ ആക്ട് ചെയ്യുന്നത് കാരണം കൊണ്ട് ആ ബോഡി എ ബി സി വൺ ഡി വൺ. ഓക്കെ, അപ്പോൾ അലോങ് എ ബി യാതൊരു ഡിഫോർമേഷൻ നമ്മൾ തൽക്കാലം കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, കാരണം നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് ഇതിനെ കുറിച്ച് മാത്രമാണ്. ബി ഡി എന്ന ഡയഗണലിൽ ഉണ്ടാകുന്ന ഡിഫോർമേഷനെ കുറിച്ച് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ എ ബി സി വൺ ഡി വൺ എന്നുള്ള ഡിഫോംഡ് ഷേപ്പിലേക്ക് അത് മാറുന്നതായിട്ട് നമുക്ക് മാറ്റി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ ആക്ച്വൽ ഡിഫോർമേഷനെ കുറിച്ചൊക്കെ ഞാൻ മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കൺസിഡർ ബി ഡി ഓൺലി. ഓക്കെ, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രയോറിറ്റി. ഓക്കെ, അപ്പോൾ ഈ ബോഡിയിലേക്ക് ഷിയർ ആക്ട് ചെയ്തതുകൊണ്ട് എ ബി സി വൺ ഡി വൺ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഡിഫോർമേഷൻ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, നൗ വി ക്യാൻ സീ ദാറ്റ് ബി ഡി എന്ന ഡയഗണൽ ഇലോങ്ങേറ്റ് ചെയ്തിട്ട് ബി ഡി വൺ എന്നുള്ള പൊസിഷനിലേക്ക് മാറിയതായിട്ട് കാണാം. ഓക്കെ, ആദ്യം ബി ഡി എന്നായിരുന്നു, പിന്നെ അത് എന്തായിട്ട് മാറി ബി ഡി വൺ. ഓക്കെ, ബി വൺ ഡി വൺ എന്ന് പറഞ്ഞതായിട്ട് ഓർക്കുന്നു, അങ്ങനെയല്ല, ബി ഡി വൺ എന്നുള്ള പൊസിഷനിലേക്കാണ് മാറിയിട്ടുള്ളത് കേട്ടോ. ബി ഡി വൺ ആണ് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഡയഗണൽ. ഓക്കെ, നൗ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ഡിഫോർമേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നൗ ഇവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ആംഗിൾ ഞാൻ അതിനെ ഫൈ എന്ന് മാർക്ക് ചെയ്യാണ്. ഓക്കെ, ഈ ഒരു ആംഗിളിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഫൈ എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, നൗ നമുക്ക് കാൽക്കുലേഷൻസിന്റെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ഡിയിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. ഓക്കെ, ഇറ്റ്സ് എ പ്യൂർലി എ ജിയോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ. ഓക്കെ, ഞാൻ ഡി ഡി ടു എന്നുള്ള ഒരു പെർപെൻഡിക്കുലർ ഞാൻ വരയ്ക്കുകയാണ്. പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഇത് 90 ഡിഗ്രി ആണെന്ന് എല്ലാവർക്കും അറിയാലോ. ഓക്കെ, നൗ ഓൾസോ ഇവിടെയും 90 ഡിഗ്രി ആയിരുന്നു, ഇവിടെയും 90 ഡിഗ്രി ആയിരുന്നു, എല്ലായിടത്തും 90 ഡിഗ്രി ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരുന്നു ഉണ്ടാവും, ഇത് 45 ഡിഗ്രി ആണ്, ഇതും എന്ത് തന്നെയാണ്, 45 ഡിഗ്രി തന്നെയാണ്. ഓക്കെ, നൗ ഇവിടെ ഒരു ഡിഫോർമേഷൻ ഉണ്ടായെങ്കിലും ഈ ആംഗിള് 45 ഡിഗ്രി ആയിട്ട് തന്നെ മെയിൻറ്റെയിൻഡ് ആയി എന്ന് നമുക്കൊന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ഓഫ് കോഴ്സ് ബി ഡി എ ആംഗിൾ ബി ഡി എ എന്നുള്ളത് 45 ഡിഗ്രി ആയിരുന്നു. ഓക്കെ, ഈ ആംഗിൾ 45 ഡിഗ്രി ആയിരുന്നു, ഈ ആംഗിളും എന്ത് തന്നെയായിരുന്നു, 45 ഡിഗ്രി തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഡിഫോർമേഷൻ ഉണ്ടായപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു പോർഷനിലുള്ള ആംഗിൾ 45 ഡിഗ്രി അല്ല നമുക്കറിയാം. പക്ഷെ ആസ് ദ ഡിഫോർമേഷൻ ഇസ് വെരി വെരി സ്മോൾ, ലെറ്റ് us assume that the angle made there is 45 degrees. ഓക്കെ, അതൊരു അസംഷൻ ആണ് കേട്ടോ. ഇവിടെയുള്ള ഒരു ഡിഫോർമേഷൻ 45 ഡിഗ്രി ആണ് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പോൾ കറന്റ്ലി നമ്മുടെ ബോഡിയുടെ ഡിഫോംഡ് സ്റ്റേറ്റ് ആണ് എ ബി സി വൺ ഡി വൺ. ഓൾസോ വി ആർ അസ്യൂമിങ് ദാറ്റ്
angle BD1D. Okay, angle BD1D is maintained as 45 degree. അതൊരു assumption ആണ്, അത് അങ്ങനെ തന്നെ എടുക്കുക. Okay, now let us write linear strain on BD. Okay, linear strain on BD, it is equal to എന്താണ് നമുക്കറിയാം, ഡെൽറ്റ എൽ ബൈ എൽ ആണെന്ന് അറിയാം. ഓക്കെ, ഇവിടെ ഫോർ എക്സാമ്പിൾ ബി ഡിയുടെ ലെങ്ത് എൽ ആണെന്ന് വിചാരിക്കുക, ജസ്റ്റ് പറയുകയാണ്. അത് ലീനിയർ സ്ട്രെയിൻ എന്തായിരിക്കും, ബി ഡിയുടെ ലെങ്ത് എൽ ആണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് അതിന്റെ ഡിഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഐ മീൻ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ എൽ ആണ് അതിന്റെ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നൗ ആസ് വി ക്യാൻ സി, ബി ഡി എന്ന ഡയഗണലിന്റെ ലെങ്ത് ഇൻക്രീസ് ആവുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ പിന്നെ ആ സ്ട്രെയിൻ ഡെഫിനറ്റ്ലി എന്ത് നേച്ചറിലായിരിക്കും ഉണ്ടാവുക, അവിടെ ടെൻസൈൽ നേച്ചറിലുള്ള ഒരു സ്ട്രെയിൻ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ഓക്കെ, നൗ ഈ ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറഞ്ഞത് എന്തായിരിക്കും, നമുക്കിവിടെ എഴുതാം ബി ഡി വൺ മൈനസ് ബി ഡി ഓൾ ഡിവൈഡഡ് ബൈ ബി ഡി ആയിരിക്കും അല്ലെ. ബി ഡി വൺ ആണ് അതിന്റെ ഫൈനൽ ലെങ്ത് മൈനസ് ഇനീഷ്യൽ ലെങ്ത് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ലെങ്ത്. ഇതാണ് അതിന്റെ ടോട്ടൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നൗ ഡ്രോ DD2 perpendicular to BD1. നമ്മളത് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ആൻഡ് ലെറ്റ് us assume that ഒരു എക്സ്ട്രാ അസംപ്ഷൻ കൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, BD2 is approximately equal to BD. ഓക്കെ, അതിന്റെ റീസൺ ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, as the deformation is very small. ഇവിടെ നോക്കുക കേട്ടോ, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമുക്ക് ഞാനൊരു വൈറ്റ് കളർ വെച്ചിട്ട് ഞാനത് മാർക്ക് ചെയ്ത് തരാം. ഓക്കെ, നോക്കുക കേട്ടോ. ഓക്കെ, ബി ഡി എന്നുള്ള ലെങ്ത്തും അതുപോലെ തന്നെ ബി ഡി ടു എന്നുള്ള ഈ രണ്ട് ലെങ്ത്തും, ഓക്കെ, ഇവർ തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് ആക്ച്വലി. പക്ഷെ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ബി ഡിയും ബി ഡി ടുവും ഈക്വൽ ലെങ്ത് ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, അസ്യൂം ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, ആ ഒരു അസംപ്ഷൻ കൂടി നമ്മൾ ശ്രദ്ധിച്ചു വെക്കുക. ഓക്കെ, നൗ വി ക്യാൻ റൈറ്റ് the strain is equal to B D1 minus BD all divided by BD എന്നായിരുന്നല്ലോ. നമുക്കതിനെ റീറൈറ്റ് ചെയ്യാം, B D1 minus B D2. ഓക്കെ, BD2 BD രണ്ടുപേരും ഈക്വൽ ആണെന്ന് നമ്മളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾ ഡിവൈഡഡ് ബൈ, ഞാനിവിടെ ബി ഡി എന്ന് തന്നെ എഴുതുകയാണ് കേട്ടോ. ഓക്കെ, ബി ഡി ടു എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, ബി ഡി എന്ന് തന്നെ ഞാനിവിടെ എഴുതുകയാണ്. ഓക്കെ, നൗ ഫ്രം this figure we can write that BD square is equal to AD square plus AB square. പൈത്തഗോറസ് തിയറം അല്ലെ. നമ്മൾ ട്രയാങ്കിൾ എ ഡി ബി കൺസിഡർ ചെയ്താൽ മതിയാവും. ഓക്കെ, ട്രയാങ്കിൾ എ ഡി ബി ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എ ഡി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ എന്ന് എഴുതാം. നൗ ഇതൊരു സ്ക്വയർ എലമെന്റ് ആണെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, അസ്യൂം ആ സ്ക്വയർ എലമെന്റ്. ഓക്കെ, അസ്യൂം ആ സ്ക്വയർ. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് AD will be equal to AB. Okay, then we can write that BD square is equal to AD square plus AD square, or we can write that BD square equal to 2AD square, or we can write that BD is equal to square root of 2 into AD. നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം. ഓക്കെ, നൗ നമുക്കിനി അടുത്ത ഫിഗർ കൺസിഡർ ചെയ്യാം. നൗ നമുക്ക് ഈ ഒരു വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അതായത് D D1 D2 എന്നുള്ള ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ,
ആ ട്രയാങ്കിളിന്റെ ഉള്ളിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, കൺസിഡറിങ് triangle D, D1, D2, നമുക്ക് അവിടെ എഴുതാവുന്ന ഒരു കാര്യമാണ്. അത് അവിടെ നോക്കിയേ, ഈ ആംഗിൾ 45 ഡിഗ്രി ആണെന്ന് നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ അസ്യൂം ചെയ്തിട്ടുള്ള ഒരു ആംഗിളിന്റെ വാല്യൂ വെച്ചിട്ട് നമുക്കൊരു റിലേഷൻഷിപ്പ് അവിടെ എഴുതാം. ഓക്കെ, cos 45 degree is equal to cos 45 degree is equal to D1 D2 divided by D1 എന്ന് നമുക്ക് എഴുതിക്കൂടെ? ഓക്കെ, D1 D2. ഓക്കെ, ഇവിടെ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൂടിയാണല്ലോ. കാരണം നമ്മൾ D2 എന്നുള്ളത് എന്താണ്? പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ D1 D2 എന്നുള്ളത് എന്താണ്? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? cos 45 equal to adjacent ആംഗിൾ ഏതാണ്? നമുക്ക് D1 D2 ആണ്. ആൻഡ് ഹൈപ്പോട്ന്യൂസ് ഏതാണ്? D1 ആണ്. ഓക്കെ, സോ നമുക്ക് D1 D2 divided by D1 D എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് D1 is equal to D1 അല്ല, D1 D2 അല്ലെ, D1 D2 is equal to D1 into cos 45 degree എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, now therefore we can write that strain is equal to, നമുക്ക് ഓൾറെഡി അറിയായിരുന്നു അല്ലെ, BD1 minus BD2 all divided by BD എന്നായിരുന്നു അല്ലെ. BD1 minus BD2 നമുക്ക് എന്താ കിട്ടുക? ഓക്കെ, BD1 ൽ നിന്നും ടോട്ടൽ ലെങ്ത് കണ്ടില്ലേ, BD1 ൽ നിന്നും ഈ പറഞ്ഞ BD2 എന്നുള്ള ആ ഒരു ടേം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എന്താ കിട്ടുക? നമുക്ക് അവിടെ ബാക്കി കിട്ടുന്നത് ആ D1 D2 എന്ന പോർഷനിൽ നമുക്ക് ബാക്കി കിട്ടുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഡെൽറ്റ എൽ എന്ന് പറയുന്ന പോർഷൻ അല്ലെ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ആ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അവിടെ. ഓക്കെ, ഇവിടെ നോക്കുക കേട്ടോ. ദിസ് ഈക്വൽ ടു we can write D1 D2 divided by BD, or we can write that strain is equal to D1 D2 ന് പകരം ഞാൻ എന്ത് എഴുതുകയാണ്? D1 cos 45 ഡിഗ്രി എന്ന് എഴുതുകയാണ്, ഡിവൈഡഡ് ബൈ BD എന്ന ടേമിന് പകരം ഞാൻ എന്ത് എഴുതുകയാണ്? √2 into AD എന്നുള്ള ടേം ഞാൻ ഇവിടെ എഴുതുകയാണ്. ഓക്കെ, now we can write, നമുക്ക് cos 45 ന് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 1/√2 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഡിവൈഡഡ് ബൈ √2 into AD എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, or we can write strain is equal to D1 divided by 2AD നമുക്ക് എഴുതാം. ഓക്കെ, strain is given by the equation D1 divided by 2AD. now consider triangle ADD1. okay, let us consider the triangle ADD1. now consider triangle ADD1. ഇവിടെ നോക്കുക കേട്ടോ, ട്രയാങ്കിൾ ADD1 എന്നുള്ള ട്രയാങ്കിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ADD1, ഓക്കെ, അതിൽ നമുക്ക് എഴുതാം tan phi is equal to opposite by adjacent അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? DD1 divided by AD എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, as the strain is very small, okay, as the angle phi is very small, as phi is very small, we can write that tan phi is approximately equal to phi, or we can write that phi is equal to D1 divided by AD. okay, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റിലേഷൻഷിപ്പ് കൂടി കിട്ടിയിട്ടുണ്ട്, phi is equal to D1 divided by AD. now we already have epsilon is equal to, അതായത് നമ്മുടെ linear strain is equal to D1 divided by 2AD എന്ന് കിട്ടി അല്ലെ.
അപ്പോൾ ഇതിൽ ഈ ഒരു d1 ഡിവൈഡ് ബൈ എ ഡി എന്നുള്ള ടേമിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാണ്. ഓക്കെ, ഫൈ ഈസ് ഈക്വൽ ടു d1 ബൈ എ ഡി ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ലീനിയർ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ഫൈ ഡിവൈഡഡ് ബൈ 2 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഓൾസോ നമുക്ക് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മുടെ യങ്സ് മോഡുലസ് പഠിച്ച സമയത്ത്, അല്ല യങ്സ് മോഡുലസ് അല്ല, ഷിയർ മോഡുലസ് പഠിച്ച സമയത്ത് എന്തായിരുന്നു? ഷിയർ മോഡുലസ് ഈസ് ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. നമ്മൾ ഷിയർ സ്ട്രെയിൻ നമ്മൾ യൂഷ്വലി ടാൻ ഫൈ എന്നാണ് പറയാറുള്ളത്. ഇവിടെ നമുക്ക് ടാൻ ഫൈ എന്നുള്ള ടേമിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഫൈ എഴുതാം. കാരണം ഫൈ ഈസ് വെരി വെരി സ്മോൾ, സോ ടാൻ ഫൈ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 5. or you can write that phi is equal to tau divided by g എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇത് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം ലീനിയർ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു tau by g all divided by 2, or you can write that linear strain is equal to tau divided by 2g എന്ന് നമുക്ക് ഇവിടെ എഴുതാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമ്മളതിവിടെ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ചധികം കൺസെപ്റ്റുകളാണ്. ഈ കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡെറിവേഷൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, സോ ട്രൈ ടു ഫോക്കസ് ഓൺ ദ കൺസെപ്റ്റ്. നമ്മൾ ആ ഒരു പഴയ നമ്മുടെ ബോഡി നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ബോഡി. ഇതിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു ബി ഡി എന്നുള്ള ഒരു ഡയഗണൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഡയഗണൽ ബി ഡി. ഓക്കെ, നമ്മൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്സുകൾ കാരണം, അവിടെ ഉണ്ടായ ബി ഡിയിൽ ഉണ്ടായ ടെൻസൈൽ സ്ട്രെയിൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഓക്കെ, പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡിയുടെ യഥാർത്ഥമായ ഡീഫോർമേഷനിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബി ഡി എന്നുള്ള ഡയഗണലില് അവിടെ ടെൻഷൻ ഫീൽ ചെയ്യുമ്പോൾ, ഓക്കെ, ബി ഡി എന്നുള്ള ഡയഗണലിൽ അവിടെ ടെൻഷൻ ഫീൽ ചെയ്യുമ്പോൾ, ഇങ്ങനെ ടെൻഷൻ ഫീൽ ചെയ്യുമ്പോൾ, ബി ഡിയിൽ നമുക്ക് ടെൻഷൻ ഫീൽ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ടെൻഷൻ ആണെന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി ഇവിടെ എ സി എന്നുള്ള ഡയഗണൽ, ഓക്കെ, ഇവിടെ എ സി എന്നുള്ള ഡയഗണലിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു കംപ്രഷൻ കൂടി അവർ അനുഭവിക്കുന്നുണ്ട്. എ സി എന്ന ഡയഗണലിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കംപ്രഷൻ. കണ്ടില്ലേ? ബി ഡി എലോങ് ബി ഡി അവിടെ ടെൻഷൻ ആണ് അനുഭവിക്കുമ്പോൾ എലോങ് എ സി അവിടെ എന്താ ഉണ്ടാവുന്നത്? കംപ്രഷൻ ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. ഞാൻ ബി ഡി എന്ന ഡയഗണലിൽ നിങ്ങളൊരു ചെറിയൊരു ബലൂൺ എടുക്കുക. ഓക്കെ, ബലൂൺ ഈ പറഞ്ഞ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ബി ഡി എന്നുള്ള ഡയഗണലിൽ നിങ്ങളൊന്ന് പിടിച്ചു വലിച്ചു നോക്കിയേ. ആ ഡയഗണലിൽ പിടിച്ചു വലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എ സി എന്ന ഡയഗണലിൽ അതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ശരിയല്ലേ? അതായത് ബി ഡിയിൽ ഞാൻ ടെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എ സിയിൽ എന്ത് വരികയാണ്? ഒരു കംപ്രഷൻ വരികയാണ്. ഓക്കെ, നൗ ഇനി ഞാൻ പറയാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നിങ്ങൾ ഇതുവരെ പഠിക്കാത്തൊരു കാര്യമാണ്. ഇതിന്റെ പ്രൂഫ് ഇപ്പോൾ എനിക്ക് നൽകാൻ പറ്റില്ല. ഇതിന്റെ പ്രൂഫ് ഞാൻ 5th ചാപ്റ്ററിൽ മോർ സർക്കിൾ പഠിപ്പിക്കുമ്പോൾ പഠിപ്പിച്ചു തരാം. എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് അതിന്റെ പ്രൂഫ് ഞാൻ തരാത്തത്. തൽക്കാലം ഞാൻ പറയുന്നത് വിശ്വസിക്കുക. ഇതിങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അതായത് ബി ഡിയിൽ ഒരു ടെൻസൈൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഇവിടെ എല്ലായിടത്തും ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസിന്റെ വാല്യൂ ടൗ ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ ബി ഡിയിൽ ഈ ടൗ കാരണം എന്തുണ്ടാവുന്നുണ്ട്? ബി ഡിയിൽ ഒരു ടെൻസൈൽ സ്ട്രെസ് ഉണ്ടാവുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ആ ടെൻസൈൽ സ്ട്രെസ്സിനെ സിഗ്മ എന്ന് മാർക്ക് ചെയ്യുകയാണ്. സിഗ്മ ടെൻസൈൽ എന്ന് മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ എ സിയിൽ എന്തുണ്ടായിരുന്നു? ഒരു കംപ്രസീവ് സ്ട്രെസ് ഉണ്ടാവുന്നു എന്ന് പറയുന്നത് ഞാൻ സിഗ്മ കംപ്രസീവ് എന്നും ഞാൻ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ ഇവിടെയും ആ സിഗ്മ ടെൻസൈൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെയും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? സിഗ്മ കംപ്രസീവ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നൗ ഈ സിഗ്മ ടെൻസൈലിന്റെ വാല്യൂ, ഓക്കെ, ഇതൊരു പ്യൂർ ഷിയറിന്റെ കേസ് ആയതുകൊണ്ട് മാത്രം കേട്ടോ, ഈ ഒരു കേസിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. സിഗ്മ ടെൻസൈലിന്റെ വാല്യൂ അത് ടൗ തന്നെയായിരിക്കും. കൺഫ്യൂഷൻ ആയോ? ഒന്നുമില്ല.
സപ്പോസ് നിങ്ങൾ ടൗവിന്റെ വാല്യൂ ഒരു 30 Newton/m² ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ എല്ലായിടത്തും എന്തുണ്ട്? ഈ പറഞ്ഞ 30 Newton/m², ഇവിടെയും 30 Newton/m², ഇവിടെയും 30 Newton/m² ആണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, നൗ നമ്മൾ ഇതിന്റെ മോർ സർക്കിൾ ഒക്കെ വരച്ച് നമ്മൾ അനാലിസിസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അലോങ് ദിസ് ഡയഗണൽ അവിടെ ആക്ട് ചെയ്തിട്ടുള്ള സിഗ്മ ടെൻസൈലിന്റെ വാല്യൂ നമുക്ക് എന്ത് തന്നെ കിട്ടും? 30 Newton/m² തന്നെ കിട്ടും. അതുപോലെ സിഗ്മ കംപ്രസീവിന്റെ വാല്യൂ നമുക്ക് എന്ത് തന്നെ കിട്ടും? 30 Newton/m² കിട്ടും. ഓക്കെ, അത് ഈ ഒരു ടൈപ്പ് ഓഫ് ലോഡിങ്ങിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, അത് എന്തുകൊണ്ട് അങ്ങനെയെന്ന് നമ്മൾ തൽക്കാലം അന്വേഷിക്കേണ്ട, തൽക്കാലം വിശ്വസിക്കേണ്ട. ടൗ ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ സിഗ്മ ടെൻസൈലിന്റെ വാല്യൂ ടൗ തന്നെയായിരിക്കും. സിഗ്മ കംപ്രസീവിന്റെ മാഗ്നിറ്റ്യൂഡും അതും എന്ത് തന്നെയായിരിക്കും? ടൗ തന്നെയായിരിക്കും. ഓക്കെ, സോ ഞാൻ ഈ ഫിഗറിനെ ജസ്റ്റ് ഒന്ന് റീഡ്രോ ചെയ്യുകയാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി. ഇതായിരുന്നു നമ്മുടെ ബോഡി. ബോഡിയിലേക്ക് ഞാൻ 2 ഡയഗണൽസ് വരയ്ക്കുകയാണ്. ഡയഗണൽസ് ഇത് BD, അതുപോലെ ഇത് AC എന്നുള്ള ഡയഗണൽസ് ആണ്. നൗ along the diagonals there is a sigma tensile acting and it is equal to tau. ഇവിടെ നമുക്ക് എഴുതാം sigma tensile is acting, that is equal to tau, and along AC there is a sigma compressive acting that is equal to tau, and along AC ഇവിടെ നമുക്ക് എഴുതാം sigma compressive is acting that is equal to tau. Okay, ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും. ഓക്കെ, ഇതിൽ ചെറിയൊരു ഡിഫിക്കൽറ്റി എല്ലാവർക്കും ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് എന്തായാലും നിങ്ങൾ പഠിക്കും എന്തുകൊണ്ടാണ് അവിടെ സിഗ്മ ടെൻസൈൽ ഈക്വൽ ടു ടൗ വന്നത് എന്നുള്ളത് നിങ്ങൾ പഠിക്കും. സോ ഇപ്പൊ ഇത് മനസ്സിലായില്ലല്ലോ എന്ന് കരുതിയിട്ട് ആരും ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇപ്പൊ ഇങ്ങനെ വിചാരിക്കുക, എന്താണ് ഇപ്പൊ ഇങ്ങനെയാണ് അലോങ് BD സിഗ്മ ടെൻസൈൽ ഈസ് ആക്ടിങ്. അവിടെ സിഗ്മ ടെൻസൈൽ ആക്ട് ചെയ്യാൻ കാരണം നമ്മൾ നേരിട്ട് BD യെ പിടിച്ച് വലിക്കുകയാണോ ചെയ്തിട്ടുള്ളത്? അല്ല, ഡെഫിനറ്റ്ലി അല്ല കേട്ടോ. ഓക്കെ, നമ്മൾ എങ്ങനെ ചെയ്തിട്ടുള്ളത്? നമ്മളിതാ ഇവിടെ ഒരു ഷിയർ കൊടുത്തു, ടൗ എന്നുള്ള ഷിയർ കൊടുത്തു, ഇവിടെ നമുക്ക് ടൗ എന്നുള്ള ഷിയർ കൊടുത്തു, ഇവിടെ നമ്മൾ ടൗ ഷിയർ കൊടുത്തു, ഇവിടെ നമ്മൾ ടൗ എന്നുള്ള ഷിയർ കൊടുത്തു, അല്ലെ? അപ്പൊ ആ ഷിയർ കാരണം റിസൾട്ടന്റ് എന്ന് പറയാൻ പറ്റില്ല, ആ ഷിയറിന്റെ ഒരു എഫക്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള സ്ട്രെസ് ആണ് സിഗ്മ ടെൻസൈൽ അലോങ് BD ആൻഡ് സിഗ്മ കംപ്രസീവ് അലോങ് AC. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. Now tensile strain on BD is equal to tensile strain on BD due to tensile stress on BD plus tensile strain on BD due to compressive stress on AC. ഇനിയും ഞാൻ പറയാൻ പോകുന്നത് ഒരു കൺസെപ്റ്റ് കൂടിയാണ്. എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണ്. ആ എക്സാമ്പിൾ പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ AC ആൻഡ് BD എന്ന ഡയഗണൽസിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്, എല്ലാം കൂടി നിങ്ങൾ കൺഫ്യൂഷൻ ആക്കരുത്. ഓക്കെ, ഒരു സിമ്പിൾ ആയിട്ടുള്ള കേസ് നോക്കുക കേട്ടോ. നിങ്ങൾ ഒരു ബോഡി ഇതാ ഇങ്ങനെയുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ബോഡിയെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ P എന്നുള്ള ഒരു ഫോഴ്സ് ഉപയോഗിച്ച് പിടിച്ചു വലിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, സ്വാഭാവികമായിട്ടും ഈ ബോഡിക്ക് എന്തുണ്ടായിരിക്കും? നിങ്ങൾ പിടിച്ചു വലിച്ച ഡയറക്ഷനിൽ ഒരു ഡീഫോർമേഷൻ എന്തായാലും ഉണ്ടായിരിക്കും. ഓക്കെ, സപ്പോസ് നിങ്ങൾ അത് വിചാരിക്കുക ഒരു ഡെൽറ്റ L1 എന്നുള്ള ഒരു ഡീഫോർമേഷൻ ആണ് അവിടെ ഉണ്ടായത് എന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യുകയാണ്. നിങ്ങൾ ഈ ബോഡിയെ അതിന്റെ ലാറ്ററൽ ഡിറക്ഷൻ, അതായത് X ഡിറക്ഷനിലാണല്ലോ നിങ്ങൾ പിടിച്ചു വലിച്ചത്. ഓക്കെ, അപ്പൊ Y എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ലാറ്ററൽ ഡിറക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഇനി ഒന്നും കൂടി ചെയ്യുകയാണ്. ലാറ്ററൽ ഡിറക്ഷനിൽ നിങ്ങൾ Q എന്നുള്ള ഒരു ഫോഴ്സ് കൊണ്ട് ഒന്ന് അമർത്തുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള എല്ലാ കേസുകളിലും Q എന്നുള്ളത് പിടിച്ചു വലിക്കുന്നതായിരുന്നു, അല്ലെ? ഇത്തവണ നമ്മളൊന്ന് മാറ്റി ചിന്തിക്കുകയാണ്. Q എന്നുള്ള ഫോഴ്സ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്? പിടിച്ചൊന്ന് അമർത്തുകയാണെന്ന് വിചാരിക്കുക, അല്ലെ? അപ്പൊ Q എന്ന ഡയറക്ഷനിൽ, അതായത് Y എന്നത് Q ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? Y ഡിറക്ഷനിലാണ്, അല്ലെ? അപ്പോ Y ഡിറക്ഷനിൽ Q ആക്ട് ചെയ്യുന്നതുകൊണ്ട് എന്താ ഉണ്ടാവുക? ഒരു കംപ്രഷൻ ആയിരിക്കും ഉണ്ടാവുക, അല്ലെ? അപ്പോ Q കാരണം Y ഡിറക്ഷനിൽ കംപ്രഷൻ ഉണ്ടാകുമ്പോൾ
ഒരു കാര്യം കൂടി അവിടെ അഡീഷണൽ ആയിട്ട് സംഭവിക്കും. എന്താ സംഭവിക്കുക? എക്സ് ഡയറക്ഷനിൽ അത് എക്സ്പാൻഡ് ചെയ്തതിനും കൂടി കാരണമാവും. ശരിയല്ലേ? ക്യൂവിൽ പിടിച്ച് അമർത്തുമ്പോൾ എക്സിൽ അത് വലുതായി വരുമല്ലോ. ഓക്കെ, അപ്പോ നമുക്കിവിടെ ഒരു അഡീഷണൽ ഡീഫോർമേഷൻ ആര് കാരണം കൂടി ഉണ്ടാവും? ഞാൻ ഇവിടെ എഴുതുകയാണ് ഡെൽറ്റ എൽ ക്യൂ എന്ന് എഴുതുകയാണ്. ഇപ്പൊ ഞാൻ ഡെൽറ്റ എൽ പി എന്ന് എഴുതി, ഡെൽറ്റ എൽ വണ്ണിന് പകരം ഡെൽറ്റ എൽ പി എന്ന് എഴുതിയെന്ന് മാത്രം. ഓക്കെ, ഒന്നുമില്ല. അപ്പോ ഡെൽറ്റ എൽ പി ആണ് ഞാൻ പി പിടിച്ചു വലിച്ചത് കൊണ്ടുണ്ടായിട്ടുള്ള ഡീഫോർമേഷൻ. പക്ഷെ ഞാൻ ക്യൂയിൽ പിടിച്ച് അമർത്തിയത് കൊണ്ട് എന്ത് സംഭവിച്ചു? അവിടെ ഡെൽറ്റ എൽ പി കൂടാതെ ഒരു അഡീഷണൽ ഡെൽറ്റ എൽ ക്യൂ എനിക്ക് അവിടെ കിട്ടുകയാണ്. എങ്ങനെയാണ് കിട്ടിയത്? ക്യൂയിൽ പിടിച്ച് അമർത്തിയത് കൊണ്ട്, അല്ലെ? അപ്പൊ എനിക്ക് ടോട്ടൽ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ഡെൽറ്റ എൽ പി പ്ലസ് ഡെൽറ്റ എൽ ക്യൂ എന്ന് എഴുതാൻ പറ്റുമല്ലോ, അല്ലെ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഡെൽറ്റ എൽ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ടെൻസൈൽ സ്ട്രെയിൻ along x direction due to P. And delta LQ എന്താണ്? It is again the tensile strain along x direction but due to compression in the y direction. അല്ലെ? അപ്പോ രണ്ട് സ്ട്രെയിനും കൂടി ചേർന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ടോട്ടൽ സ്ട്രെയിൻ ആയിട്ടുള്ള ഡെൽറ്റ എൽ നമുക്ക് അവിടെ ലഭിക്കുന്നത്. ഓക്കെ, ഈ ഐഡിയ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക കേട്ടോ. ഓക്കെ, ഇനി ഇതേ ഐഡിയ നമ്മൾ നമ്മുടെ കേസിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഇനി നിങ്ങൾ നമ്മുടെ നേരത്തെ നമ്മൾ ഡിഫോം ചെയ്തിട്ടുള്ള ബോഡിയിലേക്ക് വരാം. ആ ബോഡിയിൽ നമുക്ക് എന്തുണ്ട്? ഇതാ along BD and along AC ഞാൻ എന്ത് ചെയ്തു? ഓരോ ഡയഗണൽസ് വരച്ചു. നമുക്കിനി ഇത് മാർക്ക് ചെയ്യാം. ഓക്കെ, let this be BD and let this be AC. Now BD യിൽ ഓൾറെഡി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? along BD ഞാൻ അതിനെ പിടിച്ചു വലിക്കുന്നുണ്ട്, അല്ലെ? along BD ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ പിടിച്ചു വലിക്കുന്നുണ്ട്. ആ പിടിച്ചു വലിക്കുന്ന ഫോഴ്സ് എന്താണ്? സിഗ്മ which is equal to tau. Okay, and this is also sigma which is equal to tau. Now ഇവിടെ ഈ സിഗ്മ കാരണം, ഇപ്പൊ ആക്ട് ചെയ്യുന്ന സിഗ്മ കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്? ബി ഡിക്ക് ഒരു ഡീഫോർമേഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മളത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി, നമ്മുടെ മുമ്പത്തെ ഫിഗറിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നൗ ഇത് കൂടാതെ എലോങ് എ സിയിൽ ഞാൻ പിടിച്ച് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? കംപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പോ എലോങ് എ സിയിൽ ഞാൻ പിടിച്ച് കംപ്രസ് ചെയ്യുന്നത് കൊണ്ട് അവിടെ എന്ത് സംഭവിക്കുന്നു? എലോങ് എ സിയിൽ പിടിച്ച് കംപ്രസ് ചെയ്യുന്നത് കൊണ്ട് ഒരു അഡീഷണൽ ഡീഫോർമേഷൻ കൂടി എന്തിൽ വരികയാണ്? ബി ഡിയിൽ വരികയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഡെൽറ്റ എൽ ഡ്യൂ ടു കംപ്രഷൻ എലോങ് എ സി and this will be delta L due to tension along BD. ഓക്കെ, ഞാനിപ്പോ ഒരു ഫിഗറിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി സ്ട്രെയിറ്റ് ആയിട്ട് കാണിച്ചു എന്ന് മാത്രം. ആക്ച്വൽ ഡീഫോർമേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റണം? ദാ ഈ കാണുന്ന പോലെയാണ് നമ്മുടെ ഡീഫോർമേഷൻ ഒക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, ബട്ട് ഇതേ കാര്യം തന്നെയാണ് സംഭവിക്കുന്നത്. ഞാനത് ഇങ്ങനെ വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതാ ഇങ്ങനെ വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ശരിക്കും വരയ്ക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ എടുത്തിട്ട് പിന്നെ ഇതാ ഇങ്ങനെ വരയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി അത് ഡീഫോം ചെയ്തിട്ടുള്ളത്. നമ്മൾ അങ്ങനെ തന്നെ കാണിക്കേണ്ടതായിട്ട് വരും. പക്ഷെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നേരെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, now we can write the equations. Okay, tensile strain on BD due to tensile stress on BD is given by the equation. ഞാൻ അതിന് epsilon 1 എന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാണ്. epsilon 1 is equal to, നമുക്കറിയാം strain is equal to stress by Young's modulus ആണ്. സ്ട്രെസ്സിന്റെ വാല്യൂ tau ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? tau by Young's modulus എന്ന് ഇവിടെ എഴുതി വെക്കുന്നു. Okay, now tensile strain on BD due to compressive stress on AC is found by using Poisson's ratio. അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പോയ്സൺസ് റേഷ്യോന്റെ ഐഡിയ നമ്മൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. ആസ് വി നോ ദാറ്റ് ലാറ്ററൽ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ലീനിയർ സ്ട്രെയിൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നൗ ഇറ്റ് ഈസ്, ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു എപ്സിലോൺ 2 എന്ന് എഴുതുകയാണ്. എപ്സിലോൺ 2 ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ മ്യൂ ഇൻറ്റു വാട്ട് ഈസ് ലീനിയർ സ്ട്രെയിൻ? ലീനിയർ സ്ട്രെയിൻ ഈസ് ഓൾറെഡി ടൗ ബൈ ഇ. ഓക്കെ, നൗ നമുക്ക് നമ്മുടെ ടോട്ടൽ സ്ട്രെയിൻ നമുക്ക് എഴുതാം. ടോട്ടൽ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു epsilon 1 plus epsilon 2 എന്നുള്ളതായിരിക്കും വരിക, അല്ലെ? That will be equal to sigma by E plus mu into tau by E. ഇതാണ് നമ്മുടെ ടോട്ടൽ സ്ട്രെയിൻ. ഓക്കെ, നമ്മൾ കുറച്ചു മുമ്പ് നമ്മുടെ ടോട്ടൽ സ്ട്രെയിന് വേറൊരു ഇക്വേഷൻ കൂടി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? ഓർക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു tau divided by 2G എന്നുള്ളതായിരുന്നു ആ ഇക്വേഷൻ.
Now നമ്മൾ ഈ രണ്ട് ഇക്വേഷനെ ഒന്ന് ഇക്വേറ്റ് ചെയ്യുകയാണ്. ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 1 മാർക്ക് ചെയ്യണ്ട, മുമ്പ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലെ. നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് ഇക്വേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടും tau divided by 2g is equal to sigma by e plus mu into sigma by e അല്ലല്ലേ, അത് ആക്ച്വലി tau by e ആണ് അല്ലെ. tau by e എന്ന് എഴുതണം. ഓക്കെ ഞാൻ ഇവിടെ അത് സോറി, ഇവിടെ ആക്ച്വലി tau by e എന്നാണ് എഴുതുന്നത്, ഞാൻ sigma by e എന്ന് എഴുതി പോയി അല്ലെ. ഓക്കെ സോറി, ഇവിടെ നമുക്ക് അതിനെ tau by e എന്നാണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ ഇറ്റ്സ് ആക്ച്വലി tau by e. ഓക്കെ tau by e plus mu into tau by e. ഓക്കെ നമുക്കിവിടെ tau ക്യാൻസൽ ആവുന്നുള്ള കാര്യം ഇപ്പൊ തന്നെ മനസ്സിലായി അല്ലെ. tau by 2g is equal to tau into 1 by e plus mu by e. അപ്പോൾ നമുക്കിവിടെ tau cancel ആയി, or we can write 1 by 2g is equal to 1 plus mu divided by e, or we can write e is equal to 2g into 1 plus mu. ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണിത്, നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ ഇത് നമുക്ക് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഡെറിവേഷൻ കൂടിയാണ്. ഓക്കെ സോ e is equal to 2g into 1 plus mu. ഈ ഒരു റിലേഷൻഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ ത്രൂ ഔട്ട് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് നമുക്ക് സോൾവ് ചെയ്യാനുണ്ട്. ഓക്കെ അപ്പോൾ നിങ്ങളിത് നല്ല വൃത്തിയായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ നമ്മൾക്കിനി പഠിക്കാനുള്ളത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇ ജി ആൻഡ് കെ എന്നുള്ള ടോപ്പിക്കാണ്. ഇതും ഒരുപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡെറിവേഷൻസ് കൂടിയാണ്. ഓക്കെ നിങ്ങളിത് എന്തായാലും പഠിക്കണം. ഓക്കെ നമുക്കിവിടെ നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇ ഈസ് ഈക്വൽ ടു 2g ഇൻറ്റു 1 പ്ലസ് മ്യൂ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. 1 പ്ലസ് മ്യൂ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇ ഈസ് ഈക്വൽ ടു 3k ഇൻറ്റു 1 മൈനസ് 2 മ്യൂ എന്നും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇത് രണ്ടും നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാമല്ലോ. നമുക്ക് എന്ത് കിട്ടും? 2g ഇൻറ്റു 1 പ്ലസ് മ്യൂ ഈക്വൽ ടു 3k ഇൻറ്റു 1 മൈനസ് 2 മ്യൂ എന്ന് നമുക്ക് എഴുതാം അല്ലെ. നമുക്കതിനെ ഒന്ന് ബ്രാക്കറ്റിന്റെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2g പ്ലസ് 2g ഇൻറ്റു മ്യൂ ഈസ് ഈക്വൽ ടു 3k മൈനസ് 6k മ്യൂ എന്ന് നമുക്ക് എഴുതാം. മ്യൂ ഉള്ള ടേംസ് നമുക്ക് ഒരുമിച്ചാക്കാം. ഓക്കെ സോ 2g ഇൻറ്റു മ്യൂ പ്ലസ് 6k മ്യൂ ഈസ് ഈക്വൽ ടു 3k മൈനസ് 2g എന്ന് എഴുതാം. ഓക്കെ നമുക്ക് ഇതിൽ നിന്നും മ്യൂ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. മ്യൂ ഇൻറ്റു 2g പ്ലസ് 6k ഈസ് ഈക്വൽ ടു 3k മൈനസ് 2g എന്ന് നമുക്ക് എഴുതാം. ഓക്കെ or we can write that mu is equal to 3k minus 2g all divided by 6k plus 2g എന്ന് നമുക്ക് എഴുതാം. ഓക്കെ this is another very important relationship. ഓക്കെ പോയ്സൺസ് റേഷ്യോന്റെ റിലേഷൻഷിപ്പ് ആണ് വിത്തൗട്ട് യങ്സ് മോഡുലസ്. ഓക്കെ യങ്സ് മോഡുലസ് നമുക്ക് ഈ ഒരു ടേമിൽ കാണാൻ പറ്റുന്നില്ല. നൗ നമുക്ക് ഒരു റിലേഷൻഷിപ്പ് കൂടി നമുക്ക് വേണമെങ്കിൽ ഡിറൈവ് ചെയ്തെടുക്കാം. ഓക്കെ ഓൾറെഡി നമുക്കറിയാം ഇ ഈസ് ഈക്വൽ ടു 2g ഇൻറ്റു 1 പ്ലസ് മ്യൂ എന്ന് നമുക്കറിയാം. ഓക്കെ അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ മ്യൂയിലേക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാണ്? 3k മൈനസ് 2g ഡിവൈഡഡ് ബൈ 6k പ്ലസ് 2g എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ നൗ നമുക്ക് എന്താ കിട്ടണം നമുക്ക് നോക്കാം. ഇ ഈസ് ഈക്വൽ ടു 2g ഇൻറ്റു 1 പ്ലസ് 3k മൈനസ് 2g ഡിവൈഡഡ് ബൈ 6k പ്ലസ് 2g എന്നുള്ളതാണ് നമുക്ക് വരുന്നത്. ഓക്കെ നൗ ഈ 1 പ്ലസ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇ ഈസ് ഈക്വൽ ടു 2g ഇൻറ്റു 6k പ്ലസ് 2g പ്ലസ് 3k മൈനസ് 2g ഓൾ ഡിവൈഡഡ് ബൈ 6k പ്ലസ് 2g എന്ന് നമുക്ക് കിട്ടും. ഓക്കെ നൗ ഇതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? ഇവിടെ നമുക്ക് ഇവിടെ ഈ 2g 2g ക്യാൻസൽ ആവും,
6k plus 3k നമുക്ക് 9k എന്ന് നമുക്ക് കിട്ടും അല്ലേ. നമുക്ക് എഴുതാം E is equal to 2g into 9k divided by 6k plus 2g എന്ന് നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, നൗ നമുക്ക് ഇതിനൊന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടും E is equal to 18kg divided by 6k plus 2g എന്ന് നമുക്ക് കിട്ടി. ഇതിൽ നമുക്ക് 2 എന്നുള്ള ടേം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയതുകൊണ്ട് നമുക്ക് അതിനെ പുറത്തേക്ക് എടുക്കാം. നമുക്ക് എഴുതാം E is equal to 9kg divided by 3k plus g എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നൗ ദിസ് ഈസ് അനദർ റിലേഷൻഷിപ്പ്. ഇതിൽ E, k and g എന്നുള്ള ടേംസ് മാത്രമേ ഉള്ളൂ, അതിൽ മ്യൂ ഇല്ല. ഓക്കെ, സോ ടോട്ടൽ നമുക്ക് ഒരുപാട് റിലേഷൻഷിപ്പുകൾ പഠിക്കാനുണ്ട് അല്ലെ. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന റിലേഷൻഷിപ്സ് അല്ല, അതായത് ഞാൻ ഒന്നും കൂടി എഴുതാം. E is equal to 2g into 1 plus mu എന്നുള്ളത് എഴുതുക. then E is equal to 3k into 1 minus 2 mu എന്നുള്ളത്. അതേപോലെ തന്നെ mu is equal to 3k minus 2g divided by 6k plus 2g എന്നുള്ളത്. now E is equal to 9kg divided by 3k plus g എന്നുള്ളത്. ഓക്കെ, ഇത്രയും റിലേഷൻഷിപ്സ് നിർബന്ധമായിട്ടും നിങ്ങൾ കാണാതെ പഠിക്കണം. ഓക്കെ, ഇതിൻ്റെയൊക്കെ മീനിങ് ഓൾറെഡി പല തവണയായിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞു. പക്ഷെ ഈ റിലേഷൻഷിപ്സ് നിങ്ങൾ എഴുതിയെടുക്കുക, എന്നിട്ട് നിങ്ങളത് ഡെയിലി മെമ്മറൈസ് ചെയ്യണം, ഡെയിലി ഇത് നന്നായിട്ട് പഠിക്കണം. ഇത് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവേണ്ട സെറ്റ് ഓഫ് ടേംസ് ആണ്. ഇത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ മാത്രമല്ല, ഒരുപാട് സബ്ജക്റ്റുകളിൽ നമുക്കിത് യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക് ആണ് സ്ട്രെയിൻ എനർജി എന്നുള്ളത്. അത് നമുക്ക് കാണാം. ഓക്കെ, ഇതിന്റെ ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് കാണാം. ഓക്കെ.